إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും പുണ്യം നിറഞ്ഞു നിൽക്കുന്ന സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മരണത്തെയും മരണാനന്തര ജീവിതത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഓരോരുത്തരും ഈ ഒരു ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് ഇതേത് സമയത്തും അവസാനിക്കുന്നതാണ് എന്ന ബോധ്യമുള്ളവരാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം എല്ലാ ജനിച്ചു വീണ മുഴുവൻ മനുഷ്യരും അനുഭവിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണമെന്ന് പറയുന്നത്. ലോകത്ത് അമരത്വം വാദിക്കുന്ന ഒരാളെയും നമുക്ക് കാണാൻ കഴിയില്ല. ജനിച്ചവരൊക്കെ മരിച്ചിട്ടുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, കുല്ലുമൻ അലൈഹാ ഫാൻ. ലോകത്ത് ജനിച്ചവരും ഉണ്ടായവരുമൊക്കെ നശിച്ചു പോകുന്നതാണ്, തീർന്നു പോകുന്നതാണ്. ലോകത്ത് അവശേഷിക്കുന്നത് ഏകനായ സർവാധിനാഥനായ റബ്ബ് മാത്രമാണ്. അപ്പം മരണമുണ്ട് എന്ന് അംഗീകരിക്കുന്നതോടുകൂടി നമ്മൾ ഓരോരുത്തരും ഇനി ചെയ്യേണ്ട കാര്യം അതിനു വേണ്ടി ഒരുങ്ങുക എന്നതാണ്. മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനം. സത്യത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയും ബോധവും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണമെങ്കിൽ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ എനിക്ക് നന്മ ലഭിക്കണം, അതിന് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ഒരു തോന്നലുണ്ടാകണമെങ്കിൽ, മരണത്തെക്കുറിച്ചുള്ള ചിന്തയും ബോധവും നമ്മുടെ ഹൃദയത്തിൽ പച്ചയായി നിലനിൽക്കേണ്ടതുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, കഫാബിൽ മൗത്തി വാഇദൻ യാ ഉമർ. ഉമറിനോട് തന്നെ പറയാണ്, ഉമറെ, ഏറ്റവും നല്ല ഉപദേശകനായി മരിക്കുമെന്ന ബോധ്യം മാത്രം മതി. ഏത് തിന്മ ചെയ്യുന്ന മനുഷ്യനും അവന്റെ അയൽവാസി മരിച്ച്
മരണാനന്തര കർമ്മങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച 5 നേരം പള്ളിയിൽ നിസ്കരിക്കാനുണ്ടാകും. മരണചിന്ത മനസ്സിലുണ്ടാക്കിയ പരിവർത്തനമാണത്. മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും നമ്മൾ നിലനിർത്തണം. കഴിഞ്ഞ റമദാനിൽ ഈ പള്ളിയിലുണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിലാണ്. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ നോമ്പെടുത്തിരുന്നവർ, തറാവീഹ് നമസ്കരിച്ചിരുന്നവർ, ഒന്നിച്ചു ഭക്ഷണം കഴിച്ചിരുന്നവർ, ഒന്നിച്ചു ഉറങ്ങിയിരുന്നവർ ഇന്ന് ഖബറിലാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ആ ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. മഹാനായ ദിഖാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാചകമുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? മൻ അക്സറ മിൻ ദിക്റിൽ മൗത്ത്, മരണത്തെക്കുറിച്ച് ആരാണോ ധാരാളമായി ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്, അക്റമ ബി സലാസത്തി അഷ്യാഇൻ, 3 കാര്യങ്ങളെ കൊണ്ട് പടച്ച റബ്ബ് അവനെ ആദരിക്കും. മരണത്തെക്കുറിച്ചുള്ള ചിന്ത എത്രത്തോളം നമ്മുടെ മനസ്സിലുണ്ടോ അള്ളാഹു നമ്മുടെ 3 കാര്യങ്ങളെ കൊണ്ട് ആദരിക്കും. അതിലൊന്നാമത്തെ കാര്യം എന്താ അറിയോ? ദിഖാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, തഅജീലു തൗബ, എന്ത് തെറ്റ് ചെയ്താലും അത് റബ്ബിലേക്ക് മടങ്ങിച്ചെന്ന് റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ളൊരു മനസ്സ്, ധൃതി അവൻ കാണിക്കുമെന്നാണ്. മരിക്കുമെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ മരണാനന്തര ജീവിതത്തിൽ എനിക്ക് റബ്ബിന്റെ മുമ്പിൽ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കണമെങ്കിൽ പാപത്തിന്റെ കറകളുമായി അത്തരമൊരു ഹൃദയവുമായി റബ്ബിന്റെ അടുത്ത് ചെന്നാൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ പെട്ടെന്ന് ചെയ്ത തെറ്റുകൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് എന്റെ മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. മഹാനായി ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അൽ മആസി, തിന്മകളെന്ന് പറയുന്നത്, അധർമ്മങ്ങളെന്ന് പറയുന്നത്, തോന്നിവാസങ്ങളെന്ന് പറയുന്നത്, സൽസിലതു ഫീ ഉരുക്കിൽ മആസി, അത് പാപികളുടെ കഴുത്തിലെ ചങ്ങലയാണ്. പാപങ്ങളെന്ന് പറയുന്നത് പാപികളുടെ കഴുത്തിലെ ചങ്ങലയാണ്. ലാ യഫുക്കുഹു മിൻഹാ ഇല്ലൽ ഇസ്തിഗ്ഫാറു വത്തൗബ, പാപമോചനവും പശ്ചാത്താപവും കൊണ്ടല്ലാതെ അത് അഴിച്ചുമാറ്റുക സാധ്യമല്ല. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നാലും, എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും, എന്തൊക്കെ പ്രതിബന്ധങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും, ഈ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരുന്നത് നമ്മളുടെ കൈകൾ തിന്മകൾ പ്രവർത്തിച്ചത് മുഖേനയാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വമാ അസ്വാബകും മിൻ മുസീബത്തിൻ, ഭൂമിയിൽ നിങ്ങൾക്കൊരു മുസീബത്തും ബാധിക്കുന്നില്ല. ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തമാണ് നിങ്ങൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ലോകത്ത് എന്തൊക്കെ പരീക്ഷണങ്ങളാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്? ഭൂകമ്പങ്ങൾ വരുന്നു, സുനാമി വരുന്നു, മാരകമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കുന്നു, എന്തൊക്കെ പരീക്ഷണങ്ങൾ, തൂഫാന് കൊണ്ട് പരീക്ഷിക്കുന്നു, വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ. ഇതൊക്കെ എന്തുകൊണ്ട് കടന്നു വരുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തമാണ്, മനുഷ്യന്റെ അധർമ്മമായ ജീവിതം നിമിത്തമാണ് ഈ പരീക്ഷണങ്ങൾ വരുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യനൊരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നുകിതത് ഫീ ഖൽബിഹി നുക്തതൻ സൗദാ, ആ തിന്മ മുഖേന അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി രൂപാന്തരപ്പെടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇദാ ഹുവ നസഅ, അവൻ ആ തിന്മയിൽ നിന്ന് മാറി നിന്നാൽ, വസ്തഗ്ഫറ, അവൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ, വതാബ, അവൻ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ, സുഖില ഖൽബ, അവന്റെ ഹൃദയത്തെ അല്ലാഹു ശുദ്ധീകരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതിന്റെയൊക്കെ കാരണം നമ്മൾ ചെയ്ത തിന്മകളാണ്. ആ തിന്മകളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചാൽ ഈ ലോകത്തെ ജീവിതവും പാരത്രിക ലോകത്തെ ജീവിതവും സന്തോഷകരമാകുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് പാപമോചനത്തിന്റെ മാസമാണ്. നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകൾ വരെ ഇബാദത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് ആരാണോ പരിശുദ്ധ റമദാനിലെ നോമ്പെടുക്കുന്നത്,
ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ ചെറിയ ചെറിയ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെയും അല്ലാഹു പുറത്തു കൊടുക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ റമളാനിന്റെ രാത്രിയിൽ രാത്രി നമസ്കാരം നിർവഹിക്കുന്നത് ഈമാനോടെ കൂലി ആഗ്രഹിച്ചുകൊണ്ട്, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെയും ചെറിയ പാപങ്ങളൊക്കെയും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വമൻ ഖാമ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ അന്ന് ആരാണോ രാത്രി നമസ്കാരം നിർവഹിക്കുന്നത് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെയും അവന്റെ ഇബാദത്ത് വഴി അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഈ ഇബാദത്തുകൾ മുഖേന അല്ലാഹു പുറത്തു തരുമെന്ന് പറയുന്ന പാപങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ പറയുന്നത് ചെറിയ ചെറിയ പാപങ്ങളാണ്. എന്നാൽ നമ്മുടെ വലിയ വലിയ പാപങ്ങൾ പുറത്തു കിട്ടാൻ എന്താണ് വഴി? തൗബയല്ലാത്ത മറ്റൊരു മാർഗമില്ല. എന്താണ് തൗബ? അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് അവനെ അനുസരിക്കുന്നതിലേക്കുള്ള മടക്കമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, തൗബയെക്കുറിച്ച് പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നമത് തൗബ അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നമത് തൗബതു അലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്താപം സ്വീകരിക്കുന്നത് ആരുടേതാണ്? ഖുർആൻ പറയുന്നുണ്ട്, ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ, അജ്ഞത കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, അവിവേകം കൊണ്ട് ഒരാൾ ഒരു തിന്മ ചെയ്യുന്നു. സുമ്മ യതൂബൂന മിൻ ഖരീബ്, മരിക്കുന്നതിന് മുമ്പ് അവൻ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ, വളരെ പെട്ടെന്ന് തന്നെ അവൻ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അവന്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാകുന്നു. വകാനല്ലാഹു അലീമൻ ഹകീമ, അവനെല്ലാം അറിയുന്നവനും അവൻ സൂക്ഷ്മജ്ഞാനിയുമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. തൗബ, ചെയ്ത തെറ്റ് അതറിയാവുന്ന റബ്ബിനോട് ഏറ്റുപറയുക എന്നത് അത് വളരെ പ്രധാനമാണ്. അതൊരു ഇബാദത്താണ്. ആ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ചില നിബന്ധനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി മാത്രല്ല, തൗബ ചെയ്യുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, തൗബ ചെയ്ത് മടങ്ങുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരു വാഹനപ്പുറത്തൊരു മനുഷ്യൻ യാത്ര ചെയ്യുന്നു. ഒട്ടകപ്പുറത്ത് അദ്ദേഹത്തിന് യാത്രക്കാവശ്യമായ ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, എല്ലാമുണ്ട്. അങ്ങനെ ഒരു മരുഭൂമിയുടെ ഒത്ത നടുവിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം യാദൃശ്ചികമായി അദ്ദേഹം വിശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ വാഹനം നഷ്ടപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വാഹനം നഷ്ടപ്പെട്ടു, മരുഭൂമിയുടെ മധ്യത്തിലാണ്, ഒരു രക്ഷയുമില്ല, എങ്ങോട്ട് പോകും? ഭക്ഷണമില്ല, ജീവൻ നിലനിർത്താൻ ആവശ്യമായ എല്ലാം ആ ഒട്ടകത്തിന്റെ പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അയാൾ ആകെ നിരാശനായി ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നതിനിടയിൽ യാദൃശ്ചികമായി ആ ഒട്ടകം തന്റെ മുന്നിലേക്ക് വന്നു നിൽക്കുന്നു. സന്തോഷം കൊണ്ട് ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്. എന്താ പറയണത്? അല്ലാഹുവേ, നീ എന്റെ അടിമയും ഞാൻ നിന്റെ നാഥനുമാണ്, ഞാൻ നിന്റെ ഉടമയുമാണ്. അത് അദ്ദേഹം പറയുന്നത് സന്തോഷത്താൽ അദ്ദേഹത്തിന്റെ വാക്കിൽ തെറ്റു സംഭവിച്ചതാണ്. ഇതേപോലെ ഏകനായ സർവാധിനാഥനായ റബ്ബ് നിങ്ങൾ ചെയ്യുന്ന തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിന് അതിനേക്കാളും വലിയ ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതറിയുന്നൊരു മനുഷ്യന് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാൻ കഴിയും. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, തൗബ എപ്പോഴാണ് നസൂഹായ തൗബയാകുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യരെ, തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായ തൗബ, നസൂഹായ തൗബ നിങ്ങൾ ചെയ്യണം. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങളൊക്കെയും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിയൽ അൻഹാർ, തായ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതാണ്. മാത്രമല്ല യൗമ ലാ യുഖ്സില്ലാഹൻ നബിയ്യ വല്ലദീന ആമനൂ മഅഹു, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ റസൂലിനെയും വിശ്വാസികളെയും അപമാനിക്കാത്ത ദിവസത്തിൽ
നാളെ നിങ്ങൾക്ക് സ്വർഗം സമ്മാനമായി തരും. നിങ്ങളുടെ പാപങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മായ്ച്ചു തരുന്നതാകുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ. നിങ്ങൾ നോക്കൂ, തൗബയെക്കുറിച്ച് പറയുന്നിടത്ത് പരിശുദ്ധ ഇസ്ലാം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. തൗബ ചെയ്താൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ, അതിലൊന്നാമത്തെ ഗുണം എന്താ അറിയോ? നമ്മുടെ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു തരും. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു, നമ്മുടെ തിന്മകളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളാക്കി മാറ്റും. മാത്രമല്ല തൗബ ചെയ്യുന്നവര് മാത്രമാണ് നാളെ പാരത്രിക ലോകത്ത് സ്വർഗമുള്ളത്. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉസ് സ്വലാഹ വത്തബഉശ് ശഹവ ഫസൗഫ യുൽഖൗന ഗയ്യ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നമസ്കാരം നഷ്ടപ്പെടുത്തിയ ഇച്ഛകളെ പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ ദുർമാർഗത്തിന്റെ ഫലം കണ്ടെത്തുക തന്നെ ചെയ്യും. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഇല്ലാമൻ താബ, പശ്ചാത്തപിച്ചവനൊഴികെ, വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്തവനൊഴികെ. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവരാണ് സ്വർഗത്തിൽ പോകുന്നത്. സ്വർഗത്തിൽ പോകുന്നവർക്ക് രണ്ട് കാര്യം വേണം. അവൻ പശ്ചാത്തപിക്കണം, രണ്ടാമത്തത് അവന് അമലുണ്ടാകണം. ഇത് രണ്ടുണ്ടോ നാളെ പരലോകത്തെ സ്വർഗം നമുക്ക് കിട്ടും. വീണ്ടും ഖുർആൻ പറയുന്നുണ്ട്, ഇല്ലാമൻ താബ വആമന വഅമില സ്വാലിഹൻ ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാ. നമ്മൾ എത്ര വലിയ തിന്മകൾ ചെയ്താലും നമ്മൾ തൗബ ചെയ്താൽ നമ്മുടെ തിന്മകളെ അല്ലാഹു നന്മകളാക്കി മാറ്റിത്തരുമെന്ന് പരിശുദ്ധമായ ഖുർആനാണ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടാൻ ഏറ്റവും നല്ല മാർഗമാണ് തൗബ ചെയ്യുക എന്നത്. കുട്ടിയില്ലാത്തവർ, നിങ്ങൾ നോക്കണം, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, കുട്ടിയില്ലാത്തവർ ചെന്ന് ചോദിക്കുന്നു, ഞങ്ങൾക്ക് കുട്ടികളില്ല, ഞങ്ങൾ എന്തു ചെയ്യണം? മഴയില്ലാത്തപ്പോ ഞങ്ങൾക്ക് മഴയില്ല, ഞങ്ങൾ എന്തു ചെയ്യണം? പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ചെന്നിട്ട് ചോദിക്കുന്നു സഹാബത്തിനോട്, ഞങ്ങൾ എന്ത് ചെയ്യണം? അവരോടൊക്കെ പറഞ്ഞ മറുപടി എന്താ അറിയോ? നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് കുട്ടീനെ പടച്ചോൻ തരും. നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചെയ്യുക, അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടും. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും, ഏ സമൂഹമേ നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. തൂബു ഇലൈഹി, അവനിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങണം. അങ്ങനെ മടങ്ങിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണ്? യുർസിലുസ് സമാഅ അലൈഹിം മിദറാറ, അള്ളാഹു ആകാശത്തുനിന്ന് സമൃദ്ധമായി അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഇറക്കിത്തരും, മഴ ഇറക്കിത്തരും, എല്ലാ അനുഗ്രഹങ്ങളും തരും. വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തി തരും, നിങ്ങൾക്ക് കഴിവ് തരും, എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്നത് ഇസ്തിഗ്ഫാർ ചെയ്താലാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ ശിക്ഷ അത് ബാധിക്കാത്ത സമൂഹത്തെക്കുറിച്ച് പറയുന്നിടത്തിൽ അള്ളാഹ് പറഞ്ഞെന്നറിയോ? വമാ മുഅദ്ദിബഹും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ ബാധിക്കാത്തവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നവരാണ്. ലോകത്ത് അനുഗ്രഹങ്ങൾ കിട്ടാൻ, നന്മകൾ കിട്ടാൻ, ജീവിതത്തിലെ എല്ലാ നന്മകളും നിലനിന്ന് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാറാണ് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ ഇസ്തിഗ്ഫാർ സ്വീകരിക്കണമെങ്കിൽ, അത് നസൂഹാകണമെങ്കിൽ ചില നിബന്ധനകൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ നിബന്ധന, ഏത് തെറ്റിൽ നിന്നാണോ നമ്മൾ തൗബ ചെയ്യുന്നത് ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ മാറി നിൽക്കണം. എന്നിട്ടാണ് നമ്മൾ തൗബ ചെയ്യേണ്ടത്. ഇപ്പൊ എനിക്ക് അവസരം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ തെറ്റുന്നു മാറിയുന്നു, അവസരം കിട്ടിയാൽ ഇനിയും ചെയ്യും എന്നൊരു മനസ്സാണോ? തൗബ ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യുന്ന തെറ്റിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് നമ്മൾ തൗബ ചെയ്യേണ്ടത്. മഹാനായ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അൽ ഇലാജുൽ ഹഖീഖി ലിൽദുനൂബി, ഒരു മനുഷ്യൻ പാപങ്ങൾക്കുള്ള യഥാർത്ഥ പ്രതിവിധി എന്ന് പറയുന്നത് യകൂനു ബിത്തൗബതി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങലാണ്. അതെങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? വതർകുൽ മആസി, തിന്മ ഒഴിവാക്കിക്കൊണ്ടാണ്, പാപങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ്. വസ്സിദ്ഖു ഫീ ദാലിക്, പാപങ്ങൾ ഒഴിവാക്കുക എന്നതിൽ സത്യസന്ധത കാണിക്കണം. ജനങ്ങളുടെ മുമ്പിൽ മാത്രം തിന്മ മറച്ചു വെച്ചാൽ പോരാ, സമൂഹത്തിന്റെ മുമ്പിൽ മാത്രം തിന്മ മറച്ചു വെച്ചാൽ പോരാ, ഭാര്യന്റെ മുമ്പിൽ, കുടുംബത്തിന്റെ മുമ്പിൽ മാത്രം തിന്മ മറച്ചു വെച്ചാൽ പോരാ. ആ തിന്മ ചെയ്യില്ല എന്നുള്ളത് അതിൽ സത്യസന്ധത പാലിക്കാൻ കഴിയണം. എങ്കിലേ നമ്മുടെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. രണ്ടാമത്തത്, ചെയ്ത തെറ്റിന്റെ പേരിൽ അയന്തമ അലാ ഫിഇലിഹ, ചെയ്ത തെറ്റിന്റെ പേരിൽ ഖേദം വേണം. അല്ലാഹുവേ, ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്, അവിവേകം കൊണ്ട് ചെയ്തു പോയതാണ്, കൂട്ടുകാരുടെ നിർബന്ധത്തിന് ചെയ്തു പോയതാണ്, സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്തു പോയതാണ്. അല്ലാഹുവേ, എനിക്ക് പുറത്തു തരണേ. മനസ്സിന്റെ ഒരു ദുഃഖം, മനസ്സിന്റെ ഖിന്ന,
മനസ്സിന്റെ ഖേദം അതുണ്ടാകണം. അതുണ്ടായാൽ മാത്രമേ അവന്റെ തൗബ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തത്, തെറ്റുകളിലേക്ക് ഇനി ഒരിക്കലും ഞാൻ മടങ്ങിപ്പോവുകയില്ല എന്ന ദൃഢപ്രതിജ്ഞ വേണം. അയ്യസിമ അല്ല യഊദ ഇലൈഹ, ഇനി ഒരിക്കലും തിന്മകളിലേക്ക് ഞാൻ മടങ്ങിപ്പോവുകയില്ല എന്ന കൃത്യമായ ബോധവും ബോധ്യവും ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബ സ്വീകരിക്കുമെന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ 3 കാര്യങ്ങളാണ് മനുഷ്യർ തമ്മിലുള്ള പടച്ച റബ്ബ് നമ്മളും തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ അതിലുള്ള തൗബക്കുള്ള നിബന്ധന. ഇനി ഏറ്റവും പ്രധാനമായി നമ്മളും മനുഷ്യരും തമ്മിലുള്ള വിഷയത്തിലാണ് തൗബ ചെയ്യുന്നതെങ്കിൽ 4മത്തൊരു നിബന്ധന കൂടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നു. അയ്യുബരി അമിൻ ഹക്കി സ്വാഹിബിഹ, ഒരു മനുഷ്യന്റെ ഹക്ക് നമ്മുടെ കയ്യിലുണ്ടോ, തൗബ ചെയ്താൽ പടച്ചോൻ സ്വീകരിക്കൂല. ആ ഹക്ക് കൊടുത്തു വിടാതെ. ഒരാൾക്ക് ഇത്ര പൈസ നമ്മൾ തിരിച്ചു കൊടുക്കാണ്ട് കൊടുത്തിട്ടില്ല, നമ്മൾ പറയണം പടച്ചോനെ ഞാൻ ഇങ്ങനെ ഒരാളെ നിന്ന് വാങ്ങി തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, എന്റെ പാപം പുറത്തേരണം എന്ന് പറഞ്ഞാൽ അയാളുടെ അടുത്ത് ചെന്നിട്ട് പൊരുത്തപ്പിടിച്ചാലേ പടച്ചോൻ തൗബ ചെയ്യുള്ളൂ, തൗബ സ്വീകരിക്കുള്ളൂ. ഇനി നമ്മൾ കൊടുക്കാനുള്ള ഒരു വ്യക്തി മരണപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മുന്നിൽ വെച്ചിട്ട് പണ്ഡിതന്മാർ പറയാണ്, നമ്മൾ ആ വ്യക്തി ജീവിച്ചിരിപ്പില്ല എങ്കിൽ പോലും നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ആർക്കെങ്കിലും സ്വതക്ക കൊടുക്കണം, എന്നാലേ നമ്മുടെ തൗബ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തൗബ സ്വീകരിക്കാനുള്ള ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തൗബ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നസൂഹായ തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. തൗബ അത് സ്വീകരിക്കാനുള്ള നിബന്ധനകളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്, പഠിച്ചത്. ഈ റമദാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു ഹദീസിൽ കാണാം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറുന്ന സമയത്ത് 3 സ്റ്റെപ്പുകൾ കയറുമ്പോഴും ആമീൻ 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 എന്ന് പറഞ്ഞു. സഹാബിമാർ ചോദിച്ചു, നബിയെ നിങ്ങൾ എന്തിനാണ് ആമീൻ 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 എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്തറിയോ? എൻ്റെ അടുത്ത് ജിബ്രീൽ വന്നു, ജിബ്രീൽ പ്രാർത്ഥിച്ചു. സഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ പ്രാർത്ഥിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പരിശുദ്ധ റമദാൻ കിട്ടിയിട്ടും പാപത്തിന്റെ കറകളിൽ നിന്ന് മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയാതെ റമദാനിനോട് വിട പറയുന്നവൻ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചത് മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, മലക്കുകളുടെ നേതാവാണ്. ആമീൻ പറഞ്ഞത് മനുഷ്യരുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരിക്കലും ഈ റമദാൻ പാപത്തിന്റെ കറകളിൽ നിന്ന് മുക്തമാകാത്തൊരു റമദാനാകരുത്. ഈ റമദാനിലൂടെ നമ്മുടെ പാപത്തിന്റെ കറകൾ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയണം. 2, നമ്മുടെ സാമ്പത്തിക രംഗം നമ്മൾ ശുദ്ധീകരിക്കണം. അതിലേറ്റവും പ്രധാനമാണ് അന്യന്റെ അവകാശം. പാവപ്പെട്ടവന്റെ അവകാശമാണ് നമ്മുടെ സമ്പത്തിലെ സക്കാത്ത് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലൊരു 100 രൂപയുണ്ടെങ്കിൽ 97 രൂപ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്, 2.5 രൂപ പാവപ്പെട്ടവന്റെ അവകാശമാണ്. സക്കാത്തിന്റെ കണക്ക് നോക്കി, സക്കാത്തിന്റെ വിഹിതം നോക്കി അത് അർഹതപ്പെട്ടവരിലേക്ക് കൊടുക്കാനുള്ളൊരു സംവിധാനമാണ് സക്കാത്ത് സെല്ല്. ഈ പള്ളിയിൽ സക്കാത്ത് സെല്ല് സംവിധാനമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ സക്കാത്തിന്റെ വിഹിതം പള്ളിയിലെ സക്കാത്ത് സെല്ലിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അർഹതപ്പെട്ട വ്യക്തികളിലേക്ക് അതെത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സക്കാത്തിന്റെ മുതൽ നമ്മുടെ കയ്യിലുണ്ടോ അത് നമ്മൾ പെട്ടെന്ന് കൊടുത്ത് ഒഴിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു ഹദീസുണ്ട്, വമാ ഹലക മാലുൻ ഫീ ബർരിൻ വലാ ബഹരിൻ. ഭൂമിയിലോ കരയിലോ കടലിലുള്ള ഒരു സ്വത്തും നശിച്ചു പോകൂല, ഇല്ലാ ബിമൻ സക്കാത്ത്, സക്കാത്ത് തടഞ്ഞാലല്ലാതെ. നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, സക്കാത്ത് തടഞ്ഞോ ആ സമ്പത്ത് എങ്ങനെങ്കിലും നശിച്ചു പോകും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് എന്താ അറിയോ? മാ മനഅ ഖൗമുൻ അസ്സകാത്ത്,
സക്കാത്ത് തടഞ്ഞ ഒരു കൗമ് ഇല്ലബ്തലാഹുമുല്ലാഹു ബിസ്സിനീൻ, അവരെ പട്ടിണി കൊണ്ട് പടച്ചോൻ പരീക്ഷിക്കുന്നതാണ്. പാവപ്പെട്ടവന്റെ അവകാശം തടഞ്ഞു വെച്ചാൽ അത് സക്കാത്ത് എന്ന് പറയുന്നത് 27-ാം രാവിലെ നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ കുറെ ചില്ലറ പെറുക്കിച്ചിട്ട് അത് വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നല്ല കേട്ടോ സക്കാത്ത്. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, മാറ്റണം. നമ്മുടെ സമ്പത്തിൽ പാവപ്പെട്ടവന്റെ അവകാശമുണ്ട്. ആ അവകാശം നമ്മൾ കൊടുത്തേ പറ്റുകയുള്ളൂ. സ്വർണത്തിന് സക്കാത്തുണ്ട്, ബിസിനസ്സിൽ സക്കാത്തുണ്ട്, ശമ്പളത്തിന് സക്കാത്തുണ്ട്, കൃഷിക്ക് സക്കാത്തുണ്ട്. ഇതൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, വിശദീകരിക്കേണ്ട കാര്യങ്ങളല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ആ സക്കാത്തിന്റെ ഓഹരി നമ്മൾ കണക്കുകൂട്ടി പാവങ്ങൾക്ക് നമ്മൾ കൊടുത്തേ മതിയാകുള്ളൂ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസ് കാണാം, മാ ഖാലതത്തി സ്വദഖ മാലൻ ഇല്ലാ അഫ്സദ, സക്കാത്ത് ഏത് ധനവുമായിട്ടാണോ കൂടിക്കലരുന്നത് അത് മറ്റേതിനെ കേടുപെടുത്താതിരിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. സക്കാത്തിന്റെ മുതൽ കൊടുക്കാൻ നേരത്ത് ശൈത്താൻ നമ്മളോട് പറയും, എന്താ പറയാന്നറിയോ? കൊടുക്കണ്ട, തീർന്നോകും. അത് ശൈത്താൻ എപ്പോഴും അങ്ങനെയാണ്. ഇന്ന ശൈത്താന യഇദുകുമുൽ ഫഖർ, എപ്പോഴും ശൈത്താൻ നമ്മളോട് പറയാൻ അറിയോ? ദാരിദ്ര്യം മാത്രമേ അവൻ നമ്മളോട് വാഗ്ദാനം ചെയ്യുകയുള്ളൂ. വയഅ്മുറുക്കും ബിൽ ഫഹ്ശാ, തിന്മകൾ മാത്രമാണ് പിശാച് നമ്മളോട് വാഗ്ദാനം ചെയ്യുകയുള്ളൂ. സക്കാത്ത് എന്ന് പറയുന്നത് അത് ശുദ്ധീകരണമാണ്, സാമ്പത്തിക രംഗത്തുള്ള ശുദ്ധീകരണമാണ്. ഈ ശുദ്ധീകരണം നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ ദുനിയാവെന്ന് വലിയ പരീക്ഷണങ്ങൾ നമുക്ക് വരും, തീർന്നിട്ടില്ല. നാളെ പരലോകത്ത് എന്നാൽ നമ്മുടെ സമ്പത്ത് മുഴുവൻ എടുത്തിട്ട് അത് വലിയ സർപ്പമാക്കി നമ്മുടെ കഴുത്തിൽ അണിയിച്ചിട്ട് ആ സർപ്പം നമ്മൾ ആഞ്ഞാഞ്ഞു കൊത്തുന്നാണ്, അനക്കൻസുക്ക അനമാലുക്ക എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വത്തിലെ സമ്പത്തിലെ സക്കാത്ത് നമ്മൾ കൊടുത്തു വിട്ടാൻ ഒരിക്കലും നമ്മൾ മടി കാണിക്കരുത്. അത് നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ കൊടുത്തു വിട്ടണം എന്ന കാര്യം ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിന്റെ എല്ലാ നന്മകളും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി പാപത്തിന്റെ കറകളില്ലാത്ത ഹൃദയവുമായി ഈ റമദാനിനോട് വിട പറയാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ പാരായണം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ദിക്റുകളും ദുആകളും നമ്മുടെ പ്രാർത്ഥനകളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മാരകമായ എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പള്ളിയിൽ വന്നിരിക്കുന്നവർക്കറിയാം, നമ്മുടെ വീട്ടിലുണ്ട് പള്ളിയിൽ വരാൻ കഴിയാതെ രോഗികളായി കിടക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ. അവർക്ക് പള്ളിയിലേക്ക് വരാൻ കഴിയാത്തതിന്റെ പേരിൽ സങ്കടങ്ങളുണ്ട്, വേദനയുണ്ട്. അവർക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി റമദാനിന്റെ എല്ലാ നന്മകളിലും പങ്കുചേരാൻ അല്ലാഹു അവർക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിലെ, നമ്മുടെ ചുറ്റുപാടിന്റെ അവസ്ഥകൾ കൃത്യമായി അറിയാവുന്നവരാണ് നമ്മൾ. നമ്മുടെ മക്കളെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിൽ മക്കളുടെ പ്രാർത്ഥന കൊണ്ട് കയറിപ്പോകാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കൾ മുഖേന അപമാനിതരാകുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന 10,000-കണക്കിന് സഹോദരങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു രക്ഷയും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ വീണ് പടഞ്ഞു മരിക്കുന്ന 10,000-കണക്കിന് കുഞ്ഞുമക്കളുടെ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. വേദനയാണ്, സങ്കടമാണ്. പല സ്ഥലങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്ന 10,000-ങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രക്ഷയും സമാധാനവും സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ അല്ലാഹു നമുക്കെല്ലാവർക്കും നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.